എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നെടുങ്കരണ അല്ലേ? നെടുങ്കരണ എന്ന സ്ഥലത്താണ്. കരുണയുടെ നെടുന്തൂണായ ആളുകളാണ് കരുണയുടെ നെടുന്തൂണായ ആളുകളാണ്. മുണ്ടക്കൈന്ന് കണ്ടില്ലേ? നാട്ടിലെല്ലാവരും ഉണ്ട്. പിന്നെ ജൂലൈ 29 മുമ്പുള്ളതിനേക്കാൾ മികച്ച ഒരു വയനാടിനെ പടുത്തുയർത്താൻ വേണ്ടി റിപ്പോർട്ട് ചാനൽ നടത്തുന്ന ഈ പരിപാടിക്ക് നെടുങ്കരണയിലെ വ്യാപാരികളുടെ നാട്ടുകാരെ മുഴുവൻ പിന്തുണയുണ്ടാവും. വയനാടിനൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ മുദ്രാവാക്യം എന്താണെന്നറിയോ? വയനാട് സുരക്ഷിതമാണ്, സുന്ദരമാണ്. നമ്മൾ ഒരുമിച്ച് പറയുന്നു. വയനാട് നമുക്ക് ഒരുമിച്ച് പറയാം. വയനാട് സുരക്ഷിതമാണ്, വയനാട് സുരക്ഷിതമാണ്, സുന്ദരമാണ്. അതാണ് നമ്മുടെ ടാഗ് ലൈൻ അല്ലേ? താങ്ക് യു. അപ്പോൾ സുരക്ഷിതമാണ് വയനാട്, അക്കാര്യത്തിൽ ഒരു ഭയവും നിങ്ങൾക്ക് വേണ്ട. ബാക്കി എല്ലാ കുപ്രചരണങ്ങളും തള്ളിക്കളയുക. താങ്ക് യു. ആളുകൾ വരും. വയനാട് റീബിൽഡ് വയനാട് എന്നുള്ളതാണ്. താങ്ക് യു. എന്താ മോൻ്റെ പേരെന്താ? മോൻ്റെ പേരെന്താ? കേദാർ. ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, ഹായ്. മോളുടെ പേരെന്താ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പോൾ നമ്മൾ നെടുങ്കരണയിൽ നിന്ന് പോവുകയാണ്. കരുണയുടെ നെടുന്തൂണായ മനുഷ്യരുള്ള നാടാണ്. ആ നാട്ടിൽ നിന്നാണ് നമ്മളുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ജൂലൈ 29 മുമ്പുള്ള ഒരു വയനാടിനെ നമുക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ്. അപ്പോൾ റീബിൽഡ് വയനാട് എന്ന് പറഞ്ഞാൽ നമ്മൾ റീബിൽഡ് ചെയ്ത് പോകുന്ന ആളുകളാണ്. അതാ കുറേ കുഞ്ഞി കുടുക്കുകൾ വരുന്നുണ്ട്. ഹലോ, എന്താ പേരെന്താ? ഫാത്തിമ, ഹയ, ഇഷ, മെഹറിൻ, മുഹമ്മദ്, ഫൈസ, ഫാത്തിമ. ഓക്കെ, കളിക്കുമായിരുന്നോ എല്ലാവരും കൂടി? ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് ലീവല്ലേ? സ്കൂളിൽ പോകണ്ടല്ലോ? ഇല്ല അല്ലേ? ഓക്കെ, അടിപൊളി. ഓക്കെ മോളെ, ബൈ മോനെ. എന്തോ ഫാനാണ് നിങ്ങളുടെ? ഞാൻ മോളുടെ ഫാനായി. ആ ചിരി കണ്ട നമ്മൾ ആരായാലും ഫാനായി തീരില്ലേ? ഓക്കെ മോളെ, ബൈ. ഓക്കെ, വാർത്തയിൽ ടിവിയിൽ കാണും അല്ലേ? ഓക്കെ, താങ്ക് യു. പോട്ടെ. അപ്പോൾ ഓക്കെ, കുഞ്ഞു കുട്ടികളൊക്കെ ടി വി വാർത്ത കാണാൻ തോന്നി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം. അവർ വാർത്ത കാണുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അവർ കാർട്ടൂൺ കാണുന്ന സമയത്തും വാർത്ത കണ്ട് നമ്മളെ തിരിച്ചറിയുന്നു എന്നുള്ളതിലൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ സന്തോഷം വാർത്തകൾ അറിയുന്ന കുട്ടികൾ കൂടിയുള്ളൊരു സമൂഹം, ആരോഗ്യമുള്ളൊരു സമൂഹമായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് ജീവിക്കാനുള്ള നമ്മുടെ ഒരു ആഗ്രഹമുണ്ടല്ലോ, അത് എങ്ങനെയൊക്കെ തകർന്നു പോകുമ്പോഴും തിരിച്ചു വരാനുള്ള നമ്മുടെ ഒരു ആഗ്രഹം, അത് വയനാടൻ ജനതയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ കരിന്തണ്ടൻ്റെ കഥ പറഞ്ഞതുപോലെ താമരശ്ശേരി ചുരമുണ്ടാക്കാൻ കരിന്തണ്ടൻ കാണിച്ച ആ ഒരു എഫേർട്ടുണ്ടല്ലോ, അത് അങ്ങനെയൊക്കെ എഫേർട്ട് മനുഷ്യരെടുക്കുമ്പോൾ മാത്രമാണ് ഒരു നാട് അതേ ജീവിതത്തിൻ്റെ തുടിതാളങ്ങളിലേക്ക് തിരികെ പോവുക. ആ കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും നോക്കൂ, വീണ്ടും ആ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാലാവസ്ഥ ഈ യാത്രയിലുടനീളം പ്രേക്ഷകർ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാവും. കാലാവസ്ഥ ഇങ്ങനെ മാറി വരുന്നു.